അഗെയിൻ നോ ഫിൽട്ടർ ഹബീബിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരിടത്ത് ഇരുന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അതിന് ചില കാരണങ്ങളുണ്ട് ഗൈസ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു Q&A വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ Q&A ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതൂ, നമ്മൾക്ക് അതിനെ പറ്റുന്ന ഉത്തരങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബിൽ തന്നെ. അപ്പം അതിൽ വന്നിട്ടുള്ള ചില ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരങ്ങൾ, അതാണ് ഈ വീഡിയോ. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നൊന്നര ചോദ്യമാണ്. അല്ല 3 ചോദ്യമുണ്ട്. അതിൽ വന്ന ചോദ്യം ഇങ്ങനെയാണ്: ഇവിടെ കേരളത്തിൽ പൊതുവെ ഫുട്ബോൾ ടോക്ക് കണ്ടന്റ് ചെയ്യുന്നവർക്ക് വേണ്ട വിധം പിന്തുണ ലഭിക്കുന്നില്ല, എന്നിട്ടും ബ്രോ എന്തുകൊണ്ട് ഈ കണ്ടന്റ് തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു പിന്തുണ കിട്ടുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഒരു പിന്തുണ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഫുട്ട് ആൻഡ് ബോൾ ചാനലിൽ ഈ 1,35,000 സബ്സ്ക്രൈബേഴ്സോ ഇൻസ്റ്റാഗ്രാമിൽ 10,40,000 ഫോളോവേഴ്സിനൊന്നും കിട്ടാൻ സാധ്യതയില്ലല്ലോ. അതൊരു കുറഞ്ഞ നമ്പറായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങും. ഞാൻ 2018 വരുന്നത്. ആ സമയത്ത് പറയാം ഒരു 100K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽസ് എത്ര എണ്ണം ഉണ്ട് എന്ന് പറയുന്നത് തന്നെ അറിയത്തില്ല. ആ സമയത്താണ് ഒരു ഫുട്ബോൾ ചാനൽസ് തന്നെ വളരെ കുറവാണ്. അപ്പം അങ്ങോട്ട് ഇറങ്ങി തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള മേഖല എന്താണ് അതിലിറങ്ങി തിരിക്കുക. പിന്നെ ഏറ്റവും റീച്ച് കിട്ടുന്നതിന് പിന്നാലെ പോകുന്നതിനേക്കാൾ നമ്മൾ ചെയ്യുന്നതിന് റീച്ച് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു സുഖം. അടുത്ത ചോദ്യം: ബ്രോയുടെ ഇഷ്ട ടീം തോൽക്കുമ്പോൾ വീഡിയോ ചെയ്യാൻ മടി തോന്നലില്ല? തീർച്ചയായിട്ടും മടി തോന്നാറുണ്ട്. പിന്നെ നമുക്ക് വീഡിയോസ് ചെയ്യണമല്ലോ, ജയിക്കുമ്പോൾ മാത്രം ചെയ്താൽ മതി പോരല്ലോ. അപ്പം തോൽക്കുന്ന കാര്യങ്ങളും സംസാരിക്കണമല്ലോ എന്ന് വെച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. ഇവിടെ ക്രിക്കറ്റിന് കൊടുക്കുന്ന അതേ പിന്തുണ ഫുട്ബോളിനും കൊടുത്താൽ ഇന്ത്യൻ ഫുട്ബോൾ രക്ഷപ്പെടുമെന്ന് പറയുന്നു. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മളുടെ ഫുട്ബോൾ ഫെഡറേഷൻസും അല്ലെങ്കിൽ ഹോൾ ഫുട്ബോൾ ഒരു സിസ്റ്റം ആ ലെവലിൽ പ്രവർത്തിച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാത്തതെന്ന് പറഞ്ഞത് ഞാനത് പറഞ്ഞേനെ. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ ഫെഡറേഷൻ എന്താണ് കാണിക്കുന്നത്? എല്ലാ മേഖലയിലും എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടിനെ പറ്റിയല്ല, ആദ്യം ഫെഡറേഷൻ നന്നായിട്ട് അതിന് ശേഷം നമുക്ക് ഗവൺമെൻറ് സപ്പോർട്ടിനെയൊക്കെ പറ്റി സംസാരിക്കാം. ചാനൽ സ്റ്റോപ്പ് ചെയ്യണമെന്നോ കണ്ടന്റ് ഇന്ത്യൻ ഫുട്ബോൾ അല്ലാതെ സ്വിച്ച് ചെയ്യണമെന്നോ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഇന്ത്യൻ ഫുട്ബോൾ അല്ലാതെ വേറൊരു തരത്തിലോട്ട് സ്വിച്ച് ചെയ്യണമെന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് തോന്നുന്ന കണ്ടൻസ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഈ വേൾഡ് കപ്പും അല്ലെങ്കിൽ നമ്മൾ യൂറോ കപ്പ് അങ്ങനത്തെ ടൂർണമെൻറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് അപ്പോൾ ഓഫ് സീസൺ ആകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യാൻ പറ്റില്ല. അല്ലാണ്ട് നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു ഫോക്കസ് നിൽക്കുന്നുണ്ട്, ചിലപ്പോൾ എത്രത്തോളം അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കണ്ടൻസ് ഒക്കെ എനിക്ക് ഇനി ഫ്യൂച്ചറിൽ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. പിന്നെ ചാനൽ നിർത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി തോന്നിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴാണെന്നറിയാമോ? 2018 ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഒരു 6-7 മാസം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 250-300 കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെനിക്ക് പറ്റിയ പണിയല്ല, ആളുകൾക്കൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അവിടുന്ന് എനിക്ക് 1 മാസത്തിനുള്ളിൽ 1000 സബ്സ്ക്രൈബേഴ്സായി. അടുത്ത 1 മാസത്തിൽ 5000-6000 ഒക്കെ സബ്സ്ക്രൈബേഴ്സായി. അങ്ങനെ ഒരു ഇതിലോട്ട് മാറുകയായിരുന്നു. അപ്പോൾ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ തോന്നിയിട്ടുണ്ട്. പിന്നീട് ഒരു സാഹചര്യത്തിലും തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം എനിക്ക് വീഡിയോ ഇട്ടില്ലെങ്കിലാണ് ആ ഒരു ബുദ്ധിമുട്ട് വരാറുള്ളത്. എന്തോ ഒരു സഫോക്കേഷൻ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ അടിയിൽ തന്നെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ ജയറാം മൊമെൻ്റ് ആയി ഇല്ല. ബട്ട് ദിസ് ഗൈ ഈസ് ദി ഓൺലി ഫ്യൂ ക്വാളിറ്റി ചാനൽ ഹു ടോക്സ് അബൌട്ട് അവർ ലീഗ് ആൻഡ് അവർ നേഷൻ. അടുത്തത് പലരും ചോദിച്ചിട്ടുള്ള കാര്യമാണ് യുവർ ജോബ് എന്താണ് എന്നുള്ളത്. ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേറ്റർ പരിപാടി തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഫ്രീലാൻസ് ആയിട്ടുള്ള മറ്റ് പരിപാടികളും ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഫുൾ ടൈം ആയിട്ടുള്ള ഒരു ജോബ് എന്ന നിലയിൽ പറയുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ്. മറ്റൊരു ചോദ്യമാണ് ജോബുമായിട്ട് ബന്ധപ്പെട്ടതിനാണ്. യൂട്യൂബ് മാത്രമാണോ, വേറെ വല്ല ജോബ് ഉണ്ടോ? ഇന്ത്യൻ ഫുട്ബോൾ ഇല്ലാത്തതുകൊണ്ട് ഹബീബിൻ്റെ കണ്ടന്റ് പോയില്ല. തീർച്ചയായിട്ടും കണ്ടന്റിൽ വലിയ ക്ഷാമമുണ്ട്. അതാണല്ലോ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അങ്ങനെയാണല്ലോ. നമ്മളിപ്പം എപ്പോഴും വളരെ സ്റ്റേബിളായിട്ട് പോകണമെന്നില്ല. അൺസർട്ടനിറ്റി ഉണ്ടാകും. ആ അൺസർട്ടനിറ്റി ഇല്ലാത്ത ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു ലൈഫ്, അതിനേക്കാൾ ഇതിനൊരു ത്രില്ലുണ്ട്. പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ അതിനകത്തൊരു ത്രില്ലുണ്ട്. ഞാൻ അതിനെ പറ്റിയിട്ടൊക്കെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ വരുന്ന സമയത്ത് അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും. പിക്ക് 1 ഫേവറേറ്റ് ഫോറിൻ പ്ലെയർ ഓഫ് KBFC ഇൻ ലാസ്റ്റ് 11 years. എല്ലാവർക്കും പല ഫേവറേറ്റ്സ് കാണും. തുടക്കത്തിൽ ഇയാൻ ഹ്യൂമും, പിന്നീട് വന്നിട്ടുള്ള ഹോസു, പിന്നെ വന്നിട്ടുള്ള ബെൽഫോർഡ്, ഒബ്ഗച്ചെ, പിന്നെ ദിമിയും അൽവാറോയും ലൂണയും, ഇങ്ങനെ എല്ലാ പേരുകളും നമുക്ക് പറയാം, ലെസ്കോവിച്ച് അടക്കം. പക്ഷേ ഫോർ മീ എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ാമത്തെ സീസണിൽ വന്നിട്ടുള്ള ഡക്കൻസ് നാസോണാണ്. ഹെയ്ത്തിയുടെ താരമായിരുന്നു അദ്ദേഹം. 2 ഗോൾസോ മറ്റോ KBFCക്ക് അടിച്ചിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച ഫോറിനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡക്കൻസ് നാസോൺ. ബ്രോ ഈ ന്യൂസൊക്കെ എവിടുന്നാണ് പെട്ടെന്ന് എടുക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ റിലയബിൾ ആയിട്ടുള്ള സോഴ്സസ് എപ്പോഴും ഫോളോ ചെയ്യുക, അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്
ഏറ്റവും പ്രധാനം. ഇപ്പം വെബ്സൈറ്റ്സ് ആണെങ്കിലോ എക്സ് പ്ലാറ്റ്ഫോം ആണെങ്കിലോ അതൊക്കെ നമ്മൾ എപ്പോഴും റിലയബിൾ സോഴ്സസ് കണ്ടെത്തുക, അത് നോക്കിയിരിക്കുക. പിന്നെ എപ്പോഴും അങ്ങനെ ന്യൂസ് ഷെയർ ചെയ്യുന്നതിനപ്പുറത്തേക്ക് എനിക്കെപ്പോഴും എൻ്റേതായിട്ടുള്ളൊരു പേഴ്സ്പെക്റ്റീവ് കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നൊരു ആഗ്രഹമുണ്ട്. ഫേവറേറ്റ് പ്ലെയർ, ഫേവറേറ്റ് ക്ലബ്ബ്, ഫേവറേറ്റ് ടീം. ഫേവറേറ്റ് പ്ലെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെസ്സി. ഫേവറേറ്റ് ക്ലബ്ബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫ് കോഴ്സ്. പിന്നെ വിദേശത്തുള്ള ഒരു ക്ലബ്ബ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പം അങ്ങനത്തെ ഒരു ഭയങ്കര ഇമോഷനില്ല. നേരത്തെ എനിക്ക് ലിവർപൂളും അതുപോലെ തന്നെ FC ബാഴ്സലോണ മെസ്സി കളിച്ചിരുന്ന സമയത്ത് ഇഷ്ടമായിരുന്നു. പിന്നെ ഫേവറേറ്റ് ടീം ഇന്ത്യ ഓഫ് കോഴ്സ്. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ അർജൻറ്റീന. അത് പലർക്കും അറിയാമെന്ന് തോന്നി, ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തൊരു ചോദ്യമാണ്, നല്ലവണ്ണം ഫുട്ബോൾ കളിക്കാൻ അറിയുമോ? യുവർ ഫേവറേറ്റ് പൊസിഷൻ ഇൻ ഫുട്ബോൾ ആൻഡ് വിച്ച് പൊസിഷൻ യു വാണ്ട് ടു പ്ലേ? ഓക്കെ, ഇതിൻ്റെ ഒരു ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരാളല്ല. ബേസിക്കലി ഞാൻ ചെറുപ്പം തൊട്ടേ കളിച്ചിട്ടുള്ളത് ക്രിക്കറ്റാണ്. ഞാനിതൊക്കെ പല കുറി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഫുട്ബോൾ നമ്മുടെ നാട്ടിൽ കളിക്കുമ്പം കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗോൾ കീപ്പറാണ്. പൊസിഷൻ ചോദിച്ചുകൊണ്ട് പറയുന്നത് എന്തുകൊണ്ടാണ് ഗോൾ കീപ്പർ എന്നറിയാം. ഏറ്റവും മോശമായിട്ട് കളിക്കുന്നവരെയാണ് നമ്മുടെ ഈ കണ്ടന്റ് ഫുട്ബോളിലൊക്കെ കളിക്കുന്ന സമയത്ത് ഗോൾ കീപ്പേഴ്സ് ആക്കുന്നത്. ആ ഒരു ഗോൾ കിക്ക് പോലും നമ്മളെ കൊണ്ട് അടുപ്പിക്കാൻ സമ്മതിക്കില്ല, അതും നമ്മുടെ ടീമിലെ ആളായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഇതാണ്. പക്ഷേ ചെറുപ്പം തൊട്ടേ എല്ലാ കളികൾ കാണാനും ഈ കളികൾ കണ്ടതിന് ശേഷം ഉണ്ടല്ലോ ഈ മാഗസിൻസ് ഒക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ വിശകലനങ്ങൾ വായിക്കാനും അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ് ഇത് വരും ഇങ്ങനെയൊക്കെയുള്ള വായിക്കാനും അന്ന് ഈ വെബ്സൈറ്റും ഇൻ്റർനെറ്റും ഒക്കെ വരുന്നതിനൊക്കെ മുന്നേ ഉള്ള കാലത്താണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അറിയാനും അത് ക്രിക്കറ്റ് ആണെങ്കിൽ കൂടി നമ്മളിത് നോട്ട് ചെയ്തൊക്കെ വെക്കുമായിരുന്നു. ചുമ്മാ എഴുതി ആരും കാണിക്കാനൊന്നുമല്ല, ചുമ്മാ എഴുതുക അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആക്ച്വലി ഇങ്ങനത്തെ ഒരു ക്രേസും മത്സരങ്ങൾ വിശകലനം ചെയ്യാനും അല്ലെങ്കിൽ ഇതിനകത്ത് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ഒരു ഹോൾ ജേർണി എന്ന് പറയുന്ന നിലയിൽ ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ഇപ്പം നോ ഫിൽട്ടർ ഹബീബി നമ്മുടെ ചാനലിൽ ഇടാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കും. ഗേൾ ഫ്രണ്ടിൻ്റെ നെയിം ചോദിച്ചിട്ടുണ്ട്. ഗേൾ ഫ്രണ്ടിൻ്റെ നെയിമാണ് ഗേസ് ആരുമില്ല ഗേസ്, അതാണ് സത്യം. ഇപ്പം നിലവിൽ ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ല ഗേസ്. അടുത്തൊരു ചോദ്യമാണ്, ബ്രോയ്ക്ക് എന്താകണമെന്നായിരുന്നു ആഗ്രഹം? ചെറുപ്പത്തിലുള്ള ഒരു അംബീഷനാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി എനിക്ക് അങ്ങനെ ഇപ്പം ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞല്ലോ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഒരു ക്രിക്കറ്റ് പ്ലെയർ ആകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ക്രിക്കറ്റ് പ്ലെയർ ആകുക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ആഗ്രഹം വരാൻ കാരണം ഇപ്പം നമ്മൾ ക്രിക്കറ്റ് പ്ലെയർ ആകുന്നു, ആളുകൾ നമ്മളെ അംഗീകരിക്കുന്നു. നമുക്ക് ക്രിക്കറ്റ് പ്ലെയർ ഒന്നും ആകാൻ പറ്റിയില്ല. അതിനു വേണ്ടിയിട്ട് അങ്ങനെ കാര്യമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പം ഞാൻ ക്രിക്കറ്റ് കളിയൊക്കെ തന്നെ നിർത്തി. പിന്നെ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ വർഷമാണ് വീണ്ടും റെഗുലറായിട്ട് ക്രിക്കറ്റ് കളിക്കാനായിട്ട് തുടങ്ങുന്നത്, ടർഫിലൊക്കെ പോയിട്ട്. അടുത്തൊരു ചോദ്യമാണ്, ഫാമിലിയെ റിവീൽ ചെയ്യാവുന്നുള്ളത്. ആക്ച്വലി ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ തന്നെ മാച്ച് ഡേ വ്ളോഗിലാണ് എൻ്റെ ഫാദർ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫാമിലി എന്ന് പറയാനുള്ളത് എൻ്റെ മദറും പിന്നെ സിസ്റ്ററിൻ്റെ ഫാമിലി അങ്ങനെയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കാണിക്കാം. ഞാൻ ആക്ച്വലി നമ്മുടെ ഫുട്ബോൾ ചാനലിൽ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായില്ലല്ലോ. അപ്പം ഈ ചാനലിലൂടെ തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് കണ്ടൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെ സാഹചര്യം വരുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്, സ്പോർട്സ് ബേസ് ചെയ്തിട്ടുള്ളൊരു പോഡ്കാസ്റ്റ് ചാനലൊക്കെ തുടങ്ങാൻ. ആക്ച്വലി ഈ ചാനലിൽ ഇനി കുറച്ച് ഇതിൻ്റെ ഒരു ഗ്രോത്ത് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഗസ്റ്റിനെയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, അത് ചെയ്യണം എന്നൊരിതുണ്ട്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ അത് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ യൂട്യൂബ് റവന്യൂ എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. ആക്ച്വലി ഈ വർഷമൊക്കെ ഭയങ്കര റവന്യൂ കുറവാണ്. ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് $300 to $400 ലെവലിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ചിലപ്പം അതിൽ കൂടുതലും വരാറുണ്ട്. അതായത് സീസണൊക്കെ നടക്കുന്ന പീക്കിൽ നിൽക്കുന്ന സമയത്തൊക്കെ അതിൽ കൂടുതലും കിട്ടാറുണ്ട്. പക്ഷേ ഈ ഒരു സീസൺ ഇങ്ങനത്തെയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ പകുതിയോ അതിനൊക്കെ കുറവോ എന്ന് പറയുന്ന സിറ്റുവേഷനാണ്. ഞാൻ യൂട്യൂബ് റവന്യൂ ഇങ്ങനത്തെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനകത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ മുൻകാലങ്ങളിലുള്ളതെല്ലാം കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയണമെന്നുണ്ട്. ഇതിൽ അത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത് തന്നെ കൂടി പോകും. ഇനി ലാസ്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യം, ഇപ്പോഴത്തെ പിള്ളേർ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമകളാണ്, അതിനെപ്പറ്റി 2 വാക്ക്. ഞാൻ ഇതൊന്നും ഉപയോഗിക്കാത്ത ആളാണ്. അതുകൊണ്ട് മാത്രമല്ല ഇതൊന്നും ഒരിക്കലും നമ്മുടെ ശരീരത്തിന് നല്ലതുമല്ല. നമ്മുടെ ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ് നോ ഡ്രഗ്സ് പ്ലേ സ്ട്രോങ്. അതായത് നന്നായിട്ട് കളിക്കുക, നല്ല ആഹാരം കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക, ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ഉണ്ടാകും. നമുക്ക് കുറേ നാൾ ഹെൽത്തി ആയിട്ടൊക്കെ ജീവിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ലൈഫും എല്ലാം മൊത്തത്തിൽ അലമ്പാകും, നമ്മളെ ഒരിക്കലും ഒരു നല്ല രൂപത്തിലോട്ട് കൊണ്ടുപോയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്പോർട്സിനെയൊക്കെ ഞാൻ ഇത്രയും ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം തന്നെ
അതാണ് നമുക്ക് സ്പോർട്സ് എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇങ്ങനത്തെ ഒരു ശീലങ്ങളിലേക്ക് ഒന്നും പോകാൻ പറ്റില്ല. കാരണം നന്നായിട്ട് കളിക്കണമെങ്കിൽ ഇതൊന്നും ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ഒരു നല്ല കരിയർ, അപ്പോൾ അങ്ങനത്തെ ഒരു അംബിഷൻ സെറ്റ് ചെയ്യുന്നവർക്ക് പറ്റിയ പരിപാടിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്പോർട്സിനെ ഇത്രയും സ്നേഹിക്കുന്നതിൽ ഒരു കാരണം. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതുക. നമുക്ക് നോ ഫിൽറ്റർ ഹബീബിയിൽ ഇനിയും കണ്ടൻസ് ചെയ്യാം.